ഗൈസ് വെൽക്കം ബാക്ക് ടു NK ഗെയിം ഓവർ MC. അപ്പം നമ്മുടെ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കണ്ടിട്ടില്ലായിരുന്ന എന്ത് നമ്മുടെ ഒരു ഗാർഡൻ നമ്മുടെ ആദ്യം നമുക്ക് പോയിട്ട് നമ്മുടെ ഇത് ഫുള്ളൊന്ന് ക്ലിയർ ആക്കും, എന്നിട്ട് നമുക്ക് ബാക്കി പണിയെടുക്കാം. അല്ലാണ്ട് നാട്ടക്കൂല ഫുഡിൻ്റെ കൊണ്ടിട്ട് ഫുഡിലൊക്കെ എത്ര മുട്ടയുടെ സാധനമാണ്. തക്കാളി സാധനമൊക്കെ ഫുഡിൻ്റെ സാധനം ഫുഡിൽ പോട്ടെ, എല്ലാം ഫുഡ് കയറ്റുകയില്ല. ബാക്കി ഹണ്ടിങ്ങിൻ്റെ കമ്പായിട്ട് തൽക്കാലം ആവശ്യമില്ല. ഇത് ഇവിടെ കിടക്കട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ പാൽഗാർഡനിലെ അതിൻ്റെ അടുത്ത് ഒരു മറ്റേ ഇതിനെ കണ്ടിട്ടില്ലായിരുന്നു, ഡ്രാഗനെ. അതിന് നമ്മുടെ ക്വിസ്റ്റ് ഒന്ന് നോക്കാം. കോമ്പാക്ട് ടൈപ്പ് ഗെറ്റ് 16 ഹെൽത്തി ക്യാരറ്റ്സ് ബൈ പ്ലാന്റിങ് ആൻഡ് ഗ്രോയിങ് ക്യാരറ്റ്സ്. ഇത് എനിക്ക് ഓർമ്മയുണ്ട്, അത്ര ഞാനും ആലോചിച്ചത്. നമ്മൾ ഫുഡ് എടുക്കാം, കയ്യിൽ വെക്കാം. അടുത്ത എന്തുവാ കൈപ്പരാണോ ശ്രദ്ധിക്കുന്നത്? നല്ല തന്നെ ഇതൊന്നും വലിയ പണിയില്ല. ഹാർബർ ഫുള്ള് മറ്റേത് കയ്യിലുള്ളപ്പോൾ വില്ലേജർ ഹാറ്റ് ഞാൻ ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ പണി ഇതാണ്, ഞാൻ പറഞ്ഞ പോലെ വില്ലേജർ ഹാറ്റും കാര്യങ്ങളും കണ്ടുപിടിക്കാം, പിന്നെ ഫുള്ള് അടിയും ഇതാക്കാൻ. അപ്പോൾ അതോടൊപ്പം പേൽഗാർഡ് അല്ല, പേൽഗാർഡ് അല്ലല്ലോ, വില്ലേജറിൻ്റെ അടുത്തല്ലായിരുന്നു. അയ്യ രാത്രിയായിരുന്നു. നമ്മൾ കുടുങ്ങിയല്ലോ ആശാന്. നമുക്കിവിടെ ഫുള്ളൊന്ന് ഹൈറ്റ് ചെയ്ത് ഇത് ഹോളല്ലേ. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണമല്ലോ പെട്ടെന്ന്. സെയിം ഇത് നമ്മുടെ കയ്യിലുള്ള ഫുഡ് എടുക്കുക, കഴിക്കുക. നമുക്കിനി നമ്മുടെ ബാക്ക് പാക്ക് ആവശ്യം. നമ്മളിന്ന് ഫുള്ള് നമ്മുടെ എപ്പിസോഡിൽ ഫുള്ളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിനി തീർക്കാനുള്ള 3 പേര എന്നുവെച്ചാൽ ഒന്ന് ഇത് മറ്റേ ആ കുട്ടി ഡ്രാഗൺ ഞാൻ പറഞ്ഞിട്ടില്ല ഫസ്റ്റ് എപ്പിസോഡിൽ, അവന്
അവൻ ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട്, ഞാൻ കണ്ടായിരുന്നു അവനെ. ഇപ്പം ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ വീഡിയോയിൽ ഞാൻ അതിനെ എടുത്ത വീഡിയോയിൽ ഞാൻ നോക്കേണ്ടി വരും. പറക്കുന്ന കോഴി പറക്കുന്നത് എന്ത് സൗണ്ടാടാ? വളരെ പാറു. അങ്ങനെ അവനെ കൊന്നു. അപ്പം നമ്മൾ ഒരു ബോസിനെയും കൂടെ കൊന്ന അവൻ്റെ ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. നമുക്ക് അതുപോലെ നല്ല സാധനം ഉണ്ടെന്ന് നോക്കാം. എൻ്റർ പോർട്ടലിട്ട് മാങ്ങ ഉണ്ട്, മാങ്ങ. നമുക്കിനി വില്ലേജർ ഹാൻഡിൻ്റെ സ്ഥലത്താണ് പോകുന്നത്. നമുക്കിപ്പോൾ പിന്നെ ഒരു ഗുണമുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ടൈറ്റിലിൽ പോയിട്ട്, ടൈറ്റിലില്ല മെസ്സേജ് എന്ന സാധനത്തിൽ പോയിട്ട് സ്ലാഷ് ലൊക്കേഷൻ സ്ലാഷ് ലൊക്കേഷൻ ലൊക്കേഷൻ അല്ല, ലൊക്കേറ്റ്. സ്ട്രക്ചർ എൻചാൻറ്റഡ് diagonal surface, dungeon wall, enchanted tower, goblin house. ആ ബോസിന്റെ പേരാണ് കിട്ടുമല്ലോ. സ്നീക്കറാന്ന് തോന്നുന്നു, സീക്കറാന്ന് തോന്നുന്നു, സീക്കർ. Betteron, Bedrock with Seeker boss arena. എന്തോ കൊണ്ടത് കിട്ടുന്നില്ല ലൊക്കേഷൻ. അപ്പം നമുക്കൊന്ന് തപ്പിയിട്ട് നമുക്ക് കാണാം. അപ്പം ഹലോ ഗൈസ്, അപ്പം അങ്ങനെ ആ വില്ലേജറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് പുതിയ റിയോണ്ട് സ്ട്രക്ചർ. ഏകദേശം ഞാൻ അതിൽ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ആ സംഭവം വില്ലേജർ അറിയണമെന്ന് അടിക്കണമായിരുന്നു. അതിന് പകരം ഞാൻ വേറെ കുറേ അടിച്ചെടുത്ത് സംഭവിച്ച്. അപ്പം നമുക്കിനി ഇവിടെ യുദ്ധം ചെയ്യാൻ തുടങ്ങാം. അതിനു മുമ്പ് എന്താ സാധനം, ബെഡ് ഇങ്ങോട്ട് മാറ്റാം. റെസ്പോൺസ് പോയിന്റ് സെറ്റ്, ഫുഡ് സെറ്റാക്കാം. ആരോ തീയെ
നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഒന്ന് എടുത്ത് കയ്യിൽ വെച്ചേക്കാം. ഗോൾഡൻ ആപ്പിളും കയ്യിലൊന്ന് എടുത്ത് വെച്ചു. ഇത് പിന്നെ നന്നായി. പ്രശ്നമില്ല. ഓക്കെ, ഇനി നമുക്ക് അടികൂടാൻ പോവാം. ഇതൊരു വലിയ ഫൈറ്റ് ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ കണ്ടോ, പെട്ടി തുറക്കുമ്പോൾ അവൻ സ്പോണാകും. ഞാനിപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല, കാരണം ഇവൻ ഓൾറെഡി മറ്റേ കുഞ്ഞ് പ്രേതങ്ങളെ സ്പോൺ ചെയ്യാൻ തുടങ്ങി. മറ്റേ നോക്ക് ബാക്ക് ഞാൻ അടിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാരുടെ കൂടെ മറ്റേത് കൂടിയിട്ട് കാണത്തില്ല. അതുകൊണ്ടാണ് മറ്റേത് അടിക്കാത്തത്. നിന്റെ നന്മ കൊല്ലടാ, എല്ലാ ബോസിനും നിന്നാ കൊല്ലും. യെസ്, അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. എന്താ അയ്യോ, അങ്ങനെ ഒരു വലിയ ഫൈറ്റ് തീർന്നു. ഞാനിതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കട്ടെ, എന്നിട്ട് വേണം എനിക്ക് തംബ്നെയിലായിട്ട് ഇടാൻ. നമുക്കിനി ഇതെല്ലാം ബാഗിൻ്റെ അകത്തേക്ക് എടുത്ത് മാറ്റി വെക്കാം. ആപ്പിൾ പോട്ടെ, ഈ സ്റ്റോണ് ഇത് 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 അതേ ഒന്ന് നമുക്ക് ബാക്കി വേസ്റ്റ് അല്ലേ ഇവിടെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയ്യോ, അടുത്ത ഇതെന്താ നോക്കാലോ നമുക്ക്. ചാലഞ്ച് അങ്ങനെ അതും കഴിഞ്ഞ് അടുത്ത എന്താ കോമ്പാക്ട് ടൈമിൽ ഇല്ല കഴിഞ്ഞ അത് ഫുള്ള് കഴിഞ്ഞില്ല. അപ്പം ബിയോണ്ട് ദാറ്റ് ഈസ് ഫൈൻ. സ്നോ വൈറ്റ്, അപ്പം നമുക്കിനി വീട്ടിൽ പോയിട്ട് നമുക്ക് കാണാം. ടീപ്പി അടിച്ചാലോ? ടീപ്പി അടിക്കുന്നില്ല, സുഖം. കുറച്ച് മുകളിൽ നിന്ന് ടീപ്പി അടിക്കും. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത് നോക്കിക്കില്ലല്ലോ. /TP 10/1. ഓ മോനെ, ജസ്റ്റ് മിസ്. അപ്പം നമുക്കിനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബ്ലേസ് പൗഡർ കൊടുക്കും.
ബ്ലേസിൻ്റെ ബാഗിൻ്റെ അകത്ത്. കയ്യിൽ അടുത്തെന്താ ബിയോണ്ട് ഇത് സ്നോ വൈറ്റ് ഹാഫ് സ്റ്റാക്കോ ക്ലോത്ത് മതിയല്ലോ. പിന്നെന്തുവാ പിന്നെ 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 നെതറൈറ്റ്. ഇതൊക്കെ എന്തെന്നാണ് ഇനി നമുക്കെല്ലാം പുറത്തുനിന്നായിരിക്കും. ഓവർ വേൾഡ് പോയിട്ട് എനിക്ക് കോറസ് ഫ്രൂട്ട് പിന്നെന്താ നെതർ ബെഡ്. മൂവബിൾ ചെസ്റ്റ്. ഗെറ്റ് ഡ്രാഗൺ എഗ്. അപ്പം ഗൈസ് ഈ എപ്പിസോഡിൽ ഒന്നിനെയും കൂടെ എനിക്ക് കൊല്ലാനുണ്ട്. നമുക്ക് ഇത് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 1 2 3 4 5. എന്തായിരുന്നു അതിൻ്റെ പേരാ വിട്ടോ. ഒരു എൻചാൻറ്റിയന് അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. അത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ആ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തിട്ട് നമുക്ക് അവനെയും കൂടെ പോയി കൊന്നിട്ട്, പക്ഷെ അവൻ നല്ല പവർഫുള്ളാണ്. അവനെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അവൻ നമ്മളെ ചിലപ്പോൾ കൊല്ലും. TP/TP 2412 2686. അപ്പം നമ്മളങ്ങോട്ട് TP ആവുക. അവൻ്റെ അത് കണ്ടോ നിങ്ങൾ? അങ്ങോട്ടേക്ക് കേറിയിട്ടില്ല, അപ്പത്തേക്കും അടി അങ്ങ് തുടങ്ങിയവൻ. അതിനെ അടി കൂടാ എന്താണ്? ഗോൾഡൻ ആപ്പിൾ ഒരു വലിയ ജീവനില്ല, എന്നിട്ടും കിടത്തി അങ്ങ് അടിക്കുക. അടി ഇതും വെച്ച് തന്നെ ഇവന് മറ്റേ ഇത് ഫയർ റെസിസ്റ്റൻ്റ് ഇല്ലാന്ന് തോന്നുന്നു. അടിക്കാൻ പാടാ, നീ ഇങ്ങനെ മൂലയ്ക്ക് പോയി ഒളിച്ചിരിക്കാതെടാ, എന്താടാ പേടിച്ചു കയറി. ഇവൻ്റെ പവർ കുറച്ച് കേട്ടോ ഗൈസ്, കാരണം കഴിഞ്ഞൊരു എന്തോ എൻ്റെ പൊട്ടിയല്ല, എന്തോ സാധനം പൊട്ടിയ പോലെയൊക്കെ ഒച്ചയായിരുന്നു.
നമുക്ക് ഇതും കൊണ്ട് തന്നെ കൊല്ലം. അത്രേ ഉള്ളു. അല്ല പിന്നെ നമ്മളോട് കളിക്കാൻ വരുന്നത്. അങ്ങനെ ഇതും നമ്മൾ ജയിച്ചു. ഇതൊന്നും വല്ല ലൂട്ട്. സാധാരണ നമ്മൾ പണ്ടത്തെ ലൂട്ടുണ്ടായിരുന്നു, ഇതിൽ ലൂട്ടൊന്നും ഇല്ലേ? നമുക്ക് ഇതൊന്നും തിരിച്ചു വെക്കുന്നത്. ഇല്ല, ലൂട്ടൊന്നും ഇല്ല. എന്തോ ആന്ത് സോംബിയ. അപ്പം നമുക്കിന് ടി പി അടിക്കാം. /TP 10/10. ചാവുണ്ടോ? അയ്യോ, അങ്ങനെ ആര് വലിയ കടിക കഴിഞ്ഞ്. അപ്പം നമുക്കിനി എൻഡർ ഡ്രാഗൻ്റെ എടുത്ത് പോവേണ്ട പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിനി ഒരു ഓഫ് ക്യാമറ ഗ്രൈൻഡിങ്ങിലായിരിക്കും. ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഫുൾ എൻജാൻറ്റിനെയും കാര്യത്തിനൊക്കെ കൊല്ലുന്ന ഇതായിരുന്നു. അപ്പം നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം.